PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പ്രധാനപ്പെട്ട 30 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായി പോകുന്നത്. ഇത് വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, ICCയുടെ 2024 മികച്ച പുരുഷ ക്രിക്കറ്റ് താരം ആരാണ്? ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറയാണ് ICCയുടെ 2024 മികച്ച പുരുഷ ക്രിക്കറ്റ് താരം. രണ്ടാമത്തെ ചോദ്യം, ICCയുടെ 2024 മികച്ച വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ICCയുടെ 2024 മികച്ച വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? അമേലിയ ഖർ. അമേലിയ ഖർ ആണ് ICCയുടെ 2024 മികച്ച വനിതാ ക്രിക്കറ്റ് താരം. മൂന്നാമത്തെ ചോദ്യം, 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. നാലാമത്തെ ചോദ്യം, 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് 2025 ദേശീയ സീനിയർ സ്കൂൾസ് അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായത്. 5. 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം നേടിയത് M. ലീലാവതിയാണ്. M. ലീലാവതി. ആറാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി തറക്കല്ലിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിശാഖപട്ടണം. വിശാഖപട്ടണം. 7. 2025 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച സിംഗപ്പൂർ പ്രസിഡന്റ് ആരാണ്? തർമാൻ ഷൺമുഖരത്നം. തർമാൻ ഷൺമുഖരത്നമാണ് 2025 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച സിംഗപ്പൂർ പ്രസിഡന്റ്. എട്ടാമത്തെ ചോദ്യം, 2025 പ്രേം നസീർ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറിനാണ് 2025 പ്രേം നസീർ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആശുപത്രി ഏതാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത്. പത്താമത്തെ ചോദ്യം, നെപ്റ്റ്യൂൺ മിസൈൽ വികസിപ്പിച്ച രാജ്യം ഏതാണ്? നെപ്റ്റ്യൂൺ മിസൈൽ വികസിപ്പിച്ച രാജ്യം ഏതാണ്? യുക്രൈൻ. യുക്രൈനാണ് നെപ്റ്റ്യൂൺ മിസൈൽ വികസിപ്പിച്ചത്. 11ാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത്. 12ാമത്തെ ചോദ്യം, പ്രഥമ ഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? തേജസ് ആൻഡ് താര. തേജസ്സും താരയുമാണ് പ്രഥമ ഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ. 13ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം ആരാണ്? നൊവാക് ജോക്കോവിച്ച്. നൊവാക് ജോക്കോവിച്ച് ആണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം. 14ാമത്തെ ചോദ്യം, 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത്. 15ാമത്തെ ചോദ്യം, 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസിൽ വെച്ചാണ് 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 16ാമത്തെ ചോദ്യം, 2025 ചെസ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചാണ് 2025 ചെസ് ലോകകപ്പ് നടക്കുന്നത്. 17ാമത്തെ ചോദ്യം, ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പോർട്ടൽ ഏതാണ്? സഞ്ചാർ സാഥി പോർട്ടൽ. സഞ്ചാർ സാഥി പോർട്ടലാണ് ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പോർട്ടൽ. 18ാമത്തെ ചോദ്യം, ദ വേൾഡ് ആഫ്റ്റർ ഗാസ
എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പങ്കജ് മിശ്ര. പങ്കജ് മിശ്രയാണ് ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത്. 19ാമത്തെ ചോദ്യം. സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവിമംഗലം. ഇരവിമംഗലത്താണ് സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. 20ാമത്തെ ചോദ്യം. കുടുംബശ്രീയുടെ 2025 ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ്? ചെങ്ങന്നൂർ. ആലപ്പുഴയിലെ ചെങ്ങന്നൂരിലാണ് കുടുംബശ്രീയുടെ 2025 ദേശീയ സരസ് മേളയ്ക്ക് വേദിയാകുന്നത്. 21ാമത്തെ ചോദ്യം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? മാഡിസൺ കീസ്. അമേരിക്കയുടെ മാഡിസൺ കീസിനാണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചത്. 22ാമത്തെ ചോദ്യം. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നേടിയ മലയാളി ആരാണ്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർക്കാണ് 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്ത ചോദ്യം. 2024 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുഭാഷ് റാണ, ദീപാലി ദേശ്പാണ്ഡെ, സന്ദീപ് സഗ്വാൻ. സുഭാഷ് റാണ, ദീപാലി ദേശ്പാണ്ഡെ, സന്ദീപ് സഗ്വാൻ ഇവർക്കാണ് 2024 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം. ഖേൽ രത്ന ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? D. ഗുകേഷ്. D. ഗുകേഷ് ആണ് ഖേൽ രത്ന ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അടുത്ത ചോദ്യം. ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്നത് ആരുടെ ഡോക്യുമെൻ്ററി ആണ്? വേണു നായർ. വേണു നായരുടെ ഡോക്യുമെൻ്ററിയാണ് ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്നത്. അടുത്ത ചോദ്യം. 2024 JC ഡാനിയേൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിലെ മികച്ച നടൻ ആരാണ്? ടൊവിനോ തോമസ്. ടൊവിനോ തോമസിനാണ് 2024 JC ഡാനിയേൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിലെ മികച്ച നടൻ ആകുന്നത്. അടുത്ത ചോദ്യം. ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാൻ. അടുത്ത ചോദ്യം. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം. അടുത്ത ചോദ്യം. 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളായ ജില്ല ഏതാണ്? തൃശ്ശൂർ. തൃശ്ശൂരിനാണ് 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ലഭിച്ചത്, കലോത്സവ ജേതാക്കളായത്. അടുത്ത ചോദ്യം. 2025 ജനുവരിയിൽ കാട്ടുതീ പടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? കാലിഫോർണിയ. കാലിഫോർണിയയാണ് 2025 ജനുവരിയിൽ കാട്ടുതീ പടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സ്ഥലം. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കരുത്. എല്ലാവർക്കും നന്ദി.